പോർച്ചുഗൽ ഇങ്ങനെ കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നും നടക്കത്തില്ല. കാരണം നിങ്ങൾ ഓർക്കണം, ആ ഒരു കൊളംബിയ എന്ന് പറയുന്ന ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് 11, അവരുടെ സ്റ്റാർട്ടിംഗ് 11-ലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള 2 ഫുൾ ബാക്സ് മുണിയോസ്, മൊഹീക്ക, ഇവർ രണ്ടുപേരും ടീമിലില്ലാതാണ് ആ ഒരു കൊളംബിയയുടെ സ്റ്റാർട്ടിംഗ് 11 തുടങ്ങിയത്. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നെസ്റ്റർ ലോറൻസോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സമനിലയെങ്കിലും പിടിച്ചെടുക്കുക, അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അതിൽ ആ ഒരു ട്രാപ്പിൽ പോയിട്ട് പോർച്ചുഗൽ പെട്ടു ഇന്നത്തെ മാച്ചിൽ. എന്നാൽ പോർച്ചുഗൽ എന്ന് പറയുന്ന ടീമിനും ഒരാഗ്രഹം വേണ്ട, ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണ്ട, അത് പിച്ചിൽ കാണാനില്ല. ഈ കൊളംബിയ എന്ന് പറയുന്ന ടീമിനെതിരെ പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്ത ചാൻസ്, അല്ലെങ്കിൽ പോർച്ചുഗൽ ഉണ്ടാക്കിയെടുത്ത ചാൻസസ് ഒക്കെ നോക്കിയാൽ അത് ആ ട്രാൻസിഷൻ്റെ സമയത്ത് പെട്ടെന്നുള്ള ആ ഒരു സ്വിച്ചുകളുടെ സമയത്ത് ആ സമയത്തൊക്കെയാണ് ആ ഒരു കൊളംബിയയുടെ ഡിഫൻസ് ഓപ്പൺ ആയത്. ആ ഒരു ബ്രൂണോയുടെ ആ ഒരു ചാൻസ്, മത്സരത്തിൽ പോർച്ചുഗലിന് കിട്ടിയ ഏറ്റവും നല്ല ചാൻസ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ചാൻസാണ്. ആ ഒരു സമയത്തും വിങ് വഴിയുള്ള ആ ഒരു പെട്ടെന്നുള്ള ആ കൗണ്ടർ അറ്റാക്ക്, അതിലാണ് അവരുടെ ഡിഫൻസ് ഓപ്പൺ ആകുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു റൊണാൾഡോയുടെ ചാൻസ്, റൊണാൾഡോ ഓഫായ ചാൻസിൽ ഡലോഡസ് പെട്ടെന്നുള്ള സ്വിച്ച്. അപ്പം അങ്ങനെ പെട്ടെന്നുള്ള ഫുട്ബോൾ, അഗ്രസീവായിട്ടുള്ള ഫുട്ബോൾ, പ്രസ് ചെയ്യാനും ബോൾ വിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സ്, ഇതൊന്നും പോർച്ചുഗൽ കാണിക്കുന്നില്ല. കൊളംബിയ എങ്ങനെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ തന്നെ പോർച്ചുഗലും കളിക്കുക, സ്ലോ ഫുട്ബോൾ. കൊളംബിയ ഉണ്ടല്ലോ, ഇന്നത്തെ മത്സരത്തിൽ കൊളംബിയ 6 ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്. കൊളംബിയയ്ക്ക് 24 ടോട്ടൽ ഷോട്ട് അറ്റംപ്റ്റ്സ് ഉണ്ട്. നാണക്കേട് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ആ ഒരു കൊളംബിയയുടെ കഴിവുകേട് അത് മാത്രമല്ല, ഡിയേഗോ കോസ്റ്റയുടെ സേവുകൾ, 6 സേവുകൾ, അതുകൊണ്ട് മാത്രമാണ് പോർച്ചുഗൽ രക്ഷപ്പെട്ടത്. ഈ രീതിയിൽ ഇങ്ങനെ കളിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ കയറി വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഈ നല്ലൊരു അവസരം, ആ ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ട് ഘാന, അത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഇറാൻ, അത് കഴിയുമ്പോൾ ബെൽജിയം, USA, ആ രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ക്വാർട്ടർ വരെ പോകേണ്ട ഒരു പോർച്ചുഗൽ, അവർ കൊണ്ട് ഈ പരിപാടി സമനിലയ്ക്ക് വഴങ്ങിയതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പം അനുഭവിക്കുക, നേരിടുക, അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അടുത്ത മത്സരം ക്രൊയേഷ്യ. ശരിക്കും ക്രൊയേഷ്യ പണ്ടത്തെ ആ ഒരു ക്രൊയേഷ്യ ഒന്നും അല്ല, എങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സമനില വഴങ്ങേണ്ട ആവശ്യം പോർച്ചുഗലിനില്ലായിരുന്നു. ഇനിയിപ്പം ക്രൊയേഷ്യ, അത് കഴിയുമ്പം ക്രൊയേഷ്യയെ മറികടന്ന സ്പെയിന്, പിന്നെ ബെൽജിയം. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പം എല്ലാവരും കൂടെ നെഞ്ചത്ത് കയറാൻ പോകുന്ന ആരുടെ നെഞ്ചത്ത് കയറും? പോർച്ചുഗലിൻ്റെ ഈ കളി അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ ഈ സമനില ആരുടെ നെഞ്ചത്ത് കയറും? കഴിഞ്ഞ മത്സരത്തിൻ്റെ കേട് തീർത്ത് റൊണാൾഡോയുടെ നെഞ്ചത്തോടെ എല്ലാവരും കൂടെ വലിഞ്ഞ് കയറും. ഇന്നത്തെ മത്സരത്തിലും ആ മനുഷ്യന് 35 ടച്ചസ്, അതേപോലെ തന്നെ 3 ഷോട്ട് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ട്, അതിൽ 1 ഓൺ ടാർഗറ്റ്. എനിക്കറിയത്തില്ല, പുള്ളി മാത്രമല്ല ആ ഒരു പോർച്ചുഗൽ ടീം മുഴുവനായിട്ട് അത് ആ ഒരു കോച്ചിൻ്റെ ടാക്ടിക്സ് ഉൾപ്പെടെ, കോച്ച് പല സമയത്തും കറക്റ്റ് സമയത്ത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നില്ല. എനിക്കറിയത്തില്ല ഈ ഒരു കോച്ച് ഇത് ഞാൻ എന്തിൻ്റെ കേടാന്ന് എനിക്കറിയത്തില്ല. ആ ഒരു റൈറ്റ് ബാക്കായിട്ട് മത്തേസ് നൂനസിനെ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ, മത്തേസ് നൂനസിൻ്റെ ക്രോസസ് ഒക്കെ ഇന്നത്തെ മത്സരത്തിൽ, ക്രോസസ് മാത്രമല്ല ഡിഫൻസീവിലും, ക്യാൻസലോ ഡിഫൻസീവിലും ഭയങ്കര മോശം. അറ്റാക്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതുമില്ല. എന്നിട്ട് ഹാഫ് ടൈം ആയപ്പോൾ ഡിയേഗോ ഡലോയെ, മത്തേസ് നൂനസ് അറ്റാക്കിലും ഡിഫൻസിലും ആ ഒരു ബാലൻസ് തരുന്ന ആ ഒരു ഫുൾ ബാക്കിനെ സെലക്ട് ചെയ്യാതെ കാണിക്കുന്ന ഈ പരിപാടി എനിക്ക്, അതേപോലെ തന്നെ റൂബൻ നെവസിനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ്, കറക്റ്റ് സമയത്ത് ആ ഒരു എന്നാ പറയുന്നത്, മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും നെറ്റോയെ സബ് ചെയ്ത് കോൺസസാവോയെ കൊണ്ടുവരണമായിരുന്നു. ലിയാവോ എന്ന് പറയുന്ന മരപ്പാഴ് ടേക്ക് ഓൺസ് നടത്തും, പക്ഷേ ടച്ചസ് മോശം, പാസ് കൊടുക്കത്തില്ല, കറക്റ്റ് സമയത്ത് പാസ് കൊടുക്കേണ്ട സമയത്ത് പാസ് കൊടുക്കത്തില്ല. ഇന്ന് പുള്ളിക്കൊരു ഗോൾ സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കട്ട് ബാക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടൊരു ഗോൾ ആകേണ്ട ഒരു ചാൻസ് ഒക്കെ ലിയാവോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ലിയാവോ ഒക്കെ വെച്ചുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെ ഗോൾ സ്കോർ ചെയ്യും, ചാൻസ് ക്രിയേറ്റ് ചെയ്യും.
ഇവരുടെ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് വിങ്ങേഴ്സ് എനിക്ക് തോന്നുന്നത് പെഡ്രോ നെറ്റോ അതേപോലെ തന്നെ കോൺസെസാവോ. ഇവർ രണ്ടുപേരും ആയിരിക്കണം ഇവരുടെ മെയിൻ വിങ്ങേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിങ്ങേഴ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ടും ഈ കോച്ചിന് എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പുള്ളിയുടെ തന്ത്രങ്ങൾ പാളുമ്പം അതിനനുസരിച്ച് പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ആ ഒരു ഗെയിമിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിയും ബോധവും ഇല്ലെന്നുള്ളതാണ്. മത്സരം കണ്ടവർക്കൊക്കെ അറിയാം കൊളംബിയ എപ്പം ആ ഒരു ടെമ്പോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ആ ഒരു സ്പീഡ് എപ്പം അവർ കൂട്ടിയിട്ടുണ്ടോ. ആ സമയത്തൊക്കെ പോർച്ചുഗലിൻ്റെ ഡിഫൻസ് നിലം പരിശായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ അപ്പായിട്ടുണ്ട്. ശരിക്കും സാധാരണ കൊളംബിയ കളിക്കുന്ന ആ ഒരു ഗെയിം, ഹൈ അഗ്രസീവ് ഇൻറ്റൻസിറ്റി ഉള്ള ആ ഒരു ഗെയിമൊക്കെ ഇന്ന് പോർച്ചുഗലിനെതിരെ കളിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. എന്നിട്ടും ഈ ഒരു അവരുടെ ഫസ്റ്റ് ഗിയറിൽ വരാതെ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡ് ഗിയറിലോ കളിച്ച ആ ഒരു കൊളംബിയ പോർച്ചുഗലിനെതിരെ 24 ഷോട്ട്, 3-4 ബിഗ് ചാൻസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഓർക്കണം. അന്നേരം ഇപ്പോൾ അവർ ഫസ്റ്റ് ഗിയറിൽ കളിച്ചാലത്തെ അവസ്ഥ എന്തായിരുന്നു? പോർച്ചുഗലിനെ പ്രതീക്ഷിച്ചിരുന്ന പലർക്കും കൊളംബിയ എതിരാളികളായിട്ട് കിട്ടുമ്പം എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിനേക്കാളും അപകടകാരികളാണ്. ഇന്നത്തെ മത്സരം ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലാക്കാം പോർച്ചുഗലിനേക്കാളും എന്തുകൊണ്ടും മറ്റുള്ളവർ പേടിക്കേണ്ട ഒരു ടീം കൊളംബിയയാണ്. കൊളംബിയയുടെ കോച്ചിൻ്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് ഇന്ന് പോർച്ചുഗലിൻ്റെ കോച്ചിൻ്റെ ടാക്ടിക്സിനെ കടത്തി വെട്ടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് നെസ്റ്റർ ലൊറൻസോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമ്മിനും കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ഇടണം.